വീണ്ടും വാർത്തകളിലേക്ക്. കൊടുങ്ങല്ലൂരിൽ രണ്ടിടങ്ങളിലായി ഉണ്ടായ വാഹനാപകടങ്ങളിൽ 11 പേർക്ക് പരിക്കേറ്റു. എടവിലങ്ങിലെ കാരയിൽ നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് റോഡരികിലേക്ക് മറിഞ്ഞാണ് ആദ്യ അപകടമുണ്ടായത്. ഈ അപകടത്തിൽ 10 പേർക്കാണ് പരിക്കുള്ളത്. കാര ഫിഷറീസ് സ്കൂളിന് സമീപം ഉച്ചയോടെയായിരുന്നു അപകടം. യാത്രക്കാരുമായി കൊടുങ്ങല്ലൂരിലേക്ക് പോവുകയായിരുന്ന വലിയ പറമ്പിൽ എന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. നിയന്ത്രണം വിട്ടതിനെ തുടർന്ന് ബസ് റോഡരികിലേക്ക് നീങ്ങുകയായിരുന്നു. റോഡിനോട് ചേർന്നുള്ള ഇരുനില കെട്ടിടത്തിന്റെ കോണിപ്പടിയിൽ ഇടിച്ചു നിന്നതിനാൽ ബസ് താഴേക്ക് വീണില്ല. പരിക്കേറ്റവരിൽ ഒരാളുടെ നില ഗുരുതരമാണ്. പരിക്കേറ്റവരെ മോഡേൺ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊടുങ്ങല്ലൂർ ബൈപ്പാസിലാണ് രണ്ടാമത്തെ അപകടമുണ്ടായത്. കാറും വാനും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. വാൻ തലകീഴായി മറിഞ്ഞു. വാൻ യാത്രക്കാരിക്കാണ് പരിക്കുള്ളത്. ചന്തപ്പുര കോട്ടപ്പുറം ബൈപ്പാസിൽ ഗൗരിശങ്കർ ജംഗ്ഷനിലായിരുന്നു അപകടം. ബൈപ്പാസിന് കുറുകെ നടന്നു പോവുകയായിരുന്ന സ്വിഫ്റ്റ് കാറിൽ മാരുതി ഒമിനി വാൻ ചെന്ന് ഇടിക്കുകയായിരുന്നു. 2 വട്ടം വാൻ തലകീഴായി മറിഞ്ഞു. ബൈപ്പാസിന്റെ ഡിവൈഡറിൽ ചെന്ന് ഇടിച്ചു നിൽക്കുകയായിരുന്നു. എറണാകുളം സ്വദേശിയാണ് വാനിലുണ്ടായിരുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ശ്രീരാമ പട്ടാഭിഷേകത്തിന്റെ ചിത്രം തൃപ്യാർ ശ്രീരാമ ക്ഷേത്രത്തിൽ സമർപ്പിച്ചു. നവീകരണ കലശ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നവീകരിച്ച പടിഞ്ഞാറേ നടയിലെ ഗോപുര ചുമരിൽ ശ്രീരാമ പട്ടാഭിഷേകത്തിന്റെ ചിത്ര പ്രദർശനം കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MP ഭാസ്കരൻ നായർ ഉദ്ഘാടനം ചെയ്തു. നാട്ടിക സ്വദേശി വിനോദ് കാരേപ്പറമ്പിലാണ് ചിത്രം സമർപ്പിച്ചത്. ദേവസ്വം സെക്രട്ടറി V രാജലക്ഷ്മി, കലശ കമ്മിറ്റി വർക്കിംഗ് ചെയർമാൻ PG നായർ, UP കൃഷ്ണനുണ്ണി, M സ്വർണലത ടീച്ചർ, PR പ്രകാശൻ, മാധവ മേനോൻ, C അയ്യപ്പക്കുട്ടി, ജനാർദ്ദനൻ, T രാജ്കുമാർ, ദേവസ്വം മാനേജർ KK രാജൻ, അസിസ്റ്റന്റ് മാനേജർ അഖിൽ എന്നിവരും സന്നിധരായിരുന്നു. ചുമർ ചിത്രരചനയിൽ പ്രാവീണ്യം നേടിയ ശ്രീജിത്ത് രവീന്ദ്രനാണ് ചിത്രം നിർമ്മിച്ചത്. CPM-ഉം കോൺഗ്രസും രഹസ്യധാരണയിലായതിനെ തുടർന്നാണ് TP വധം CBI അന്വേഷിക്കാത്തതെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് V മുരളീധരൻ. തൃപ്പയാർ പോളി ജംഗ്ഷനിൽ BJP സ്ഥാനാർത്ഥി KP ശ്രീശന്റെ തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആശയപരമായി കോൺഗ്രസും CPIM-ഉം രണ്ടു ചേരിയിലാണെന്ന് പറയുമ്പോഴും ജനങ്ങളെ കബളിപ്പിക്കലാണ് ചെയ്യുന്നതെന്നും മുരളീധരൻ പറഞ്ഞു. ബംഗാളിൽ നിന്ന് 25 ലക്ഷം ചെറുപ്പക്കാർ ജോലി തേടി കേരളത്തിലെത്തിയത് വികസനത്തിന്റെ ഭാഗമാണോ എന്ന് വോട്ടർമാർ വിലയിരുത്തണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഭരിച്ചുകൊണ്ടിരിക്കുന്ന UPA സർക്കാരിന്റെ നയങ്ങളെക്കുറിച്ചുള്ള വിലയിരുത്തൽ കൂടിയായിരിക്കും ജനങ്ങൾ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ 2 മുന്നണികൾ തമ്മിലാണ് മത്സരിക്കുന്നത്. ഇപ്പോൾ ഭരണത്തിലിരിക്കുന്ന UPA മുന്നണി അഥവാ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള മുന്നണി, മറ്റൊന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യം. ഈ 2 മുന്നണികൾ തമ്മിലുള്ള ഈ മത്സരത്തിൽ കോൺഗ്രസിന്റെ സ്ഥിതി വളരെ അപകടകരമാണ് എന്നുള്ള കാര്യം കോൺഗ്രസിന്റെ എല്ലാ നേതാക്കന്മാരും ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് കോൺഗ്രസിന്റെ സമുന്നതനായിട്ടുള്ള നേതാവ് ബഹുമാന്യനായ ശ്രീ AK ആന്റണി, അദ്ദേഹം കഴിഞ്ഞ 3-4 ദിവസങ്ങളായിട്ട് ഒരു കാര്യം ആവർത്തിച്ച് പറയുന്നത്, ഈ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയെ തടയാനായിട്ട് മാർക്സിസ്റ്റ് പാർട്ടി കൂടി കോൺഗ്രസിനെ സഹായിക്കണം. BJP നിയോജക മണ്ഡലം പ്രസിഡന്റ് AR അജിഘോഷ് അധ്യക്ഷനായി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് പത്മിനി പ്രകാശൻ, PM ഗോപിനാഥ്, സേവ്യൻ പള്ളത്ത്, സിദ്ധൻ പറയങ്ങാട്ടിൽ, P ഗോപിനാഥ്, ദിനേശ് കണ്ണോളി, ഷൈൻ നെടിയിരിപ്പിൽ എന്നിവരും സംസാരിച്ചു. വരയും വായനയും സമൂഹത്തെ ശുദ്ധീകരിക്കുമെന്ന് TN പ്രതാപൻ MLA അഭിപ്രായപ്പെട്ടു. ഏപ്രിൽ 23, 24 തീയതികളിൽ വാടാനപ്പള്ളി തൃത്തല്ലൂരിൽ നടക്കുന്ന ജില്ലാ ഇസ്ലാമിക് കലാമേളയുടെ ലോഗോ പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്കൂൾ കലോത്സവങ്ങൾ രക്ഷിതാക്കളുടെ മത്സരവേദിയായി മാറുന്ന വർത്തമാനകാലത്ത് വിദ്യാർത്ഥികളുടെ തനതായ കഴിവുകളെ വികസിപ്പിച്ചെടുക്കുവാൻ വേണ്ടിയാണ് സമസ്ത ഇത്തരത്തിലുള്ള ഇസ്ലാമിക കലാമേളകൾ സംഘടിപ്പിച്ചു വരുന്നത്. ഇതിൽ കുട്ടികളുടെ തനതായ മത്സരങ്ങൾ മാത്രമേ നടക്കുന്നുള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു. സന്തോഷമുള്ളൊരു ലളിതമായ ചടങ്ങാണ്. കഴിഞ്ഞ 12 വർഷമായി സമസ്തയുടെ കീഴിൽ ജില്ലാ ഇസ്ലാമിക കലകളുടെ കലോത്സവം നടന്നു വരികയാണ്. 13ാമത് കലോത്സവം വരുന്ന 23-24 തീയതികളിലായി
തൃശ്ശൂർ ശ്രീശൈലം ഓഡിറ്റോറിയത്തിൽ വെച്ച് വളരെ വിപുലമായ രീതിയിൽ സംഘടിപ്പിക്കുകയാണ്. ആദ്യമായി ഈ കലോത്സവത്തിന് നടക്കാൻ പോകുന്ന കലോത്സവത്തിന് എല്ലാ വിജയാശംസകളും മുൻകൂറായി ദൈവനാമത്തിൽ നേരുകയാണ്. അതോടൊപ്പം സമസ്ത ഇത്തരത്തിൽ ആത്മീയ വിദ്യാഭ്യാസം കൊടുക്കുകയും ശരിയായ സത്യവിശ്വാസികളെ നീതിന്റെ വഴികളിലൂടെ ജീവിത രീതിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി എല്ലാ അർത്ഥത്തിലും സമർപ്പണത്തോടുകൂടി പ്രവർത്തിച്ചു വരുന്ന ഒരു മഹാപ്രസ്ഥാനമാണ് സമസ്ത. മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ ജില്ലാ ജനറൽ സെക്രട്ടറി CA മുഹമ്മദ് റഷീദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കോർഡിനേറ്റർ AA ജാഫർ മാസ്റ്റർ, സമസ്ത മുഫത്തിഷ് ഫളൽ റഹ്മാൻ ഫൈസി, VM ഇല്യാസ് ഫൈസി, V മുഹമ്മദ് മോൻ, AM ജമാൽ ഹാജി, AA അബ്ദുൽ ജബ്ബാർ, മുനീർ ഇടശ്ശേരി, K അബ്ദുൽ കരീം ദാരിമി, PM അബ്ദുൽ ഖാദർ ഹാജി, ബാപ്പു വലപ്പാട്, PH സൈനുദ്ദീൻ, PM അമീറുദ്ദീൻ ഷാ, PA അജ്മൽ, ഷമീർ സക്കാഫി എന്നിവരും സംസാരിച്ചു. നാട്ടികയിലെ ഫാസിൽ യൂസഫ് എന്ന +1 വിദ്യാർത്ഥിയാണ് ലോഗോ രൂപകൽപ്പന ചെയ്തത്. കാളമുറി ബീച്ച് റോഡിൽ പ്രവർത്തനം ആരംഭിച്ച ബോസ് ഗിഫ്റ്റ്സ് ആൻഡ് ടോയ്സ് എന്ന സ്ഥാപനം വ്യാപാരി വ്യവസായി ഏകോപന സമിതി കയ്പമംഗലം യൂണിറ്റ് പ്രസിഡന്റ് PG രാജീവ് ഉദ്ഘാടനം ചെയ്തു. PK റാസിഖ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. PC മനോജ്, ഉടമ KA സലാം എന്നിവരും വിവിധ വ്യാപാരികളും സന്നിഹിതരായിരുന്നു. മുഹമ്മദ് ആദ്യ വിൽപ്പന നിർവഹിച്ചു. വീണ്ടും പ്രധാന വാർത്തകൾ. കേരളത്തിൽ കൊലക്കത്തി രാഷ്ട്രീയം ഉപേക്ഷിക്കാൻ CPM തയ്യാറാകണമെന്ന കേന്ദ്ര പ്രതിരോധ മന്ത്രി AK ആന്റണി. നരേന്ദ്രമോദി കുത്തകകളുടെ ഏജന്റാണെന്ന് CPI ദേശീയ ജനറൽ സെക്രട്ടറി S സുധാകർ റെഡ്ഡി. കൊടുങ്ങല്ലൂരിൽ 2 ഇടങ്ങളിലായി ഉണ്ടായ വാഹനാപകടങ്ങളിൽ 11 പേർക്ക് പരിക്ക്. ഇതോടെ ഈ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.